1923 സോവിയറ്റ് യൂണിയനിൽ ജനിച്ച 80% ആൺകുട്ടികളും രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് കൊല്ലപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, സ്മോക്കിംഗ് കിൽസ് യു, സ്മോക്കിംഗ് കോസ് ക്യാൻസർ, അങ്ങനെ പുകവലിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി പുകവലിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത അത്രമാത്രം അളവിലാണ്, അവിശ്വസനീയമായിട്ടുള്ള അളവിലാണ് ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് മനുഷ്യൻ ബോംബുകളും കാര്യങ്ങളൊക്കെ വിമാനങ്ങളിൽ കൊണ്ടിട്ട് ഡ്രോപ്പ് ചെയ്തത്. അതായത് വിമാനങ്ങൾ തെറിലേക്ക് കൊണ്ടുപോയിട്ട് ജനവാസ മേഖലയിലോട്ട് എത്രമാത്രം ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 34 ലക്ഷം ടൺ അത്രമാത്രം ബോംബുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഏറ്റവും സ്കാരിയസ്റ്റ് ആയിട്ടുള്ള ഫാക്ട് ഇതൊന്നുമല്ല കേട്ടോ. ഇതിൽ 5 മുതൽ 15% ബോംബുകൾ സ്റ്റിൽ ഇന്നും ഭൂമിക്കടിയിലായിട്ട് പല ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അതായത് വീടും കിണറുകളൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ജർമ്മനിയിൽ മാത്രം ഓരോ വർഷം ഏറ്റവും കുറഞ്ഞത് 5000-ലധികം ബോംബുകളാണ് ഇത്തരത്തിൽ ഭൂമിൻ്റെ അടിയിൽ നിന്ന്, റോഡിൻ്റെ അടിയിൽ നിന്നൊക്കെ കുഴിച്ചു നോക്കുന്ന സമയത്ത് അവർ കണ്ടെത്താറുള്ളത്. അത് പൊട്ടാത്ത ബോംബുകൾ. എന്താ അല്ലേ. എന്താണെങ്കിലും സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചും ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഞാൻ തയ്യാറാക്കും.